രാഹുൽ ഗാന്ധിയെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ചർച്ച ചെയ്യാണ് ഇന്ത്യ മുഴുവൻ. മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. മനസ്സിലാക്കാഞ്ഞിട്ടോ മനസ്സിലാക്കി നിങ്ങൾ പേടിക്കുകയാണ്. ആരെയാണ് പേടിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുപതികളുണ്ടെങ്കിൽ പോട്ടെ തന്നെ പുറത്ത്. അത് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ട് നിന്ന് കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ പുറത്ത്. അത് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഈ പറയുന്ന കോൺഗ്രസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാ പാർട്ടികളും പടുകുഴിയിൽ വീണിട്ടുണ്ട്. എല്ലാ പാർട്ടികളും കുഴിയിൽ നിന്ന് വീണെടുത്ത് എണീറ്റ് വന്ന പാർട്ടികളാണ്. ഒരു പാർട്ടിയും 100% ജയിച്ച പാർട്ടികളല്ല. നിങ്ങൾ രണ്ട് ഇലക്ഷനായിട്ട് നിങ്ങൾ 2ാം സ്ഥാനത്തുള്ളത്. ഇത് നിങ്ങൾ 3ാം സ്ഥാനത്തേക്ക് ജയിച്ച് കയറി വരണം എന്ന് പറയുന്ന സമയത്താണ് 100 സീറ്റിൻ്റെ കഥ പറഞ്ഞാണ് നിങ്ങൾ തുടങ്ങിയത്. നിങ്ങൾ ഇനി ഒന്നീന്ന് തുടങ്ങേണ്ടി വരും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഘടകകക്ഷിയിലും മിണ്ടാതിരിക്കുകയാണ്. ഘടകകക്ഷിയിലും വേണ്ടി കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല കോൺഗ്രസിനോട്? ഇത് UDF പ്രശ്നമാണിപ്പോൾ. UDF ഘടകകക്ഷികൾക്ക് ഇത് ബാധിക്കും. ഇനി എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ ഷാഫി പറമ്പിൽ പറയില്ലാന്നേ. ഷാഫി പറമ്പിനോട് ചോദിക്കണ്ട. ഷാഫി പറമ്പിനോട് ചോദിക്കണമെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞേനെ.